ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ആരൊക്കെ വന്നത്. അപ്പോൾ എൻ്റെ എന്തായാലും ഏകദേശം 295 കോയിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം കോൺട്രാക്റ്റിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. കണ്ടോ, 295 കോയിനേ ഉള്ളൂ. നിങ്ങൾ എത്ര കോയിനുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് ആണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി കറക്കി നോക്കാം നമുക്ക് കിട്ടുമെന്ന്. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ വന്നേക്കുന്ന തൂറാം, അടിപൊളി പേരും, നെസ്റ്റ, അതുപോലെ തന്നെ ഓടോ. ഇവരെ മൂന്നാളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആളോ മൂന്നിലും ആരെ കിട്ടിയത് ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അതായത് കൊനാമി ചതിക്കുമോ, പൈസ പോവുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളെങ്കിലും കിട്ടിയാൽ മതി ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ കോയിൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ജെറാഡിനെ കഴിഞ്ഞ ദിവസം ജെറാഡിനെയും പിന്നെ കോച്ചേട്ടിനെ എനിക്ക് കിട്ടിയെന്ന് തോന്നും. പിന്നെ ഞാനങ്ങനെ കറക്കിയിട്ടുമില്ല ഗൈസ്, കാരണം കോയിൻ വേണ്ടേ, അതുകൊണ്ട് പണിയായതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിക്ക് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്യും. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഡിഫെൻസീവ് ഫുൾ ബാക്ക്, അതുപോലെ ലോങ് ബോൾ എക്സ്പേർട്ട്, ഓവർ റേറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 86 മാക്സിമം, അതുപോലെ തന്നെ ഹെഡിങ് അഗ്രഷൻ, ക്യാച്ചിങ്, പേരിങ്, റീച്ച്. ഓക്കെ, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കിയാൽ ഡ്യൂറിങ് പ്ലെയർ സ്റ്റേറ്റ് എഫക്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. ചോപ്പ് റണ്ണ്, ഹെഡിങ്, വെയിറ്റ്, ലോങ് ത്രോ, മാൻ മാർക്കിംഗ് എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് നമുക്ക് കറക്കാം. ആരെ കിട്ടുമെന്നറിയില്ല, 100 രൂപ കോയിൻ പോവുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്നറിയുമെന്ന് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും 100 കളയാൻ പോവാണ്. കിട്ടുമോ കിട്ടില്ല ഗൈസ്, ചതിക്കുമെന്ന് അറിയുന്നു ഗൈസ്. അപ്പോൾ കറക്കിയിട്ടുണ്ട് ഗൈസ്, പണിയായി തോന്നുന്നു ഗൈസ്. 100 രൂപ ഗൈസ്. അപ്പോൾ 100 രൂപ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആരെ കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. 100 രൂപ പോയി ഗൈസ്. ഫ്രറ്റേസി ഗൈസ്, 78 CMF ഗൈസ്. അപ്പോൾ എന്തായാലും 100 രൂപ പോയി. കൊനാമി ഒരു പ്രാവശ്യം ചതിച്ചു. നമുക്ക് 100 രൂപ കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം എന്താ പറയുക, നമ്മൾ ഈ 100 രൂപ കോയിനൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര പണിയാണ് ശരിക്കും. നമുക്ക് ഇതുപോലെ കോയിൻ പെട്ടെന്ന് വരുന്ന സുഖമായിരുന്നു കേട്ടോ, ഒരു 500 1000 ഒക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഒന്ന് കിട്ടുമോ നോക്കി നോക്കാം. ഒന്നുകൂടെ നമുക്ക് ട്രിക്കൊന്ന് നോക്കി നോക്കാം, കിട്ടുമോ കിട്ടില്ല എന്ന് അറിയാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ രണ്ടാമത് ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും പാളി ഗൈസ്, ഇപ്രാവശ്യം കത്തിയില്ല ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 100 രൂപ നമ്മുടെ കൊനാമി കൊണ്ടുപോയി ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കിട്ടാത്തവർ എന്നെപ്പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗുണ്ടോസ് യു. ഓക്കെ ഗൈസ്, അപ്പോൾ 77 CMF ആണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. സാരമൊന്നുമില്ല. എന്തായാലും എന്താ പറയുക, 2 പ്രാവശ്യം കറക്കി. പക്ഷേ അതിൽ 1 പ്രാവശ്യമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ ഒരു ഇത്. വെറുതെ കൊണ്ടുപോയി കളഞ്ഞുകൊണ്ട് 200 കോയിൻ ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കറക്കിയാൽ മതിയായിരുന്നു, ഈ വേൾഡ് വൈഡ് പോപ്പേ പാക്ക്. അതായിരുന്നു എന്തെങ്കിലും കിട്ടിയാൽ ഹാളൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എന്താ പറയുക, അങ്ങനെ ഞാൻ 200 കോയിൻ കൊണ്ടുപോയി കളഞ്ഞു. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇനി വരുന്ന ഇതുപോലെയുള്ള അപ്ഡേറ്റിലൊക്കെ നോക്കാം ഒന്നുകൂടെ, അതൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കങ്ങനെ ഓൺലൈൻ മാച്ചിലേക്ക് കിടക്കുന്ന. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ ഓൺലൈൻ മാച്ച് ആരുടെ ആയിരിക്കും, അതുപോലെ തന്നെ അവരുടെ സ്ക്വാഡ് ഫോർമേഷൻ, അതുപോലെ മാനേജറൊക്കെ ആയിരിക്കും എല്ലാം നോക്കാം. ഈ അടുത്തായിട്ട് വരുന്ന മാനേജർ കൂടുതൽ എനിക്ക് തോന്നുന്നു ലൂയിസ് എറോമനും സാബി ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ 4-3-3 തന്നെയാണ്. ലോങ് ബോൾ കൗണ്ടർ, അതുപോലെ തന്നെ ഇതാ പുതിയ 2 പേര്. പിന്നെ ഞാൻ ഈ ഒരു പ്ലെയറിനെ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ലോങ് ബോൾ എക്സ്പേർട്ട് അല്ലേ, DMF ഉണ്ടല്ലോ നമുക്ക്, ജെറാഡ്, അത് മതി ഇപ്പോൾ തൽക്കാലത്തേക്ക് മതി. പിന്നെ നമ്മുടെ RWF ഫ്രറ്റേസി അല്ല, ഇതിന് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ, ഞാൻ ഇറക്കിയിട്ടില്ല. അടാമാ ഗൈസ്, ഇതുവരെ ഞാൻ ഈ പ്ലെയറിനെ ഇറക്കിയിട്ടില്ല. ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നുന്നു എന്താ സ്പീഡിംഗ് ബുള്ളറ്റൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളാരെങ്കിലും എന്താ ഈ ഒരു പ്ലെയറിനെ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. കാരണം ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. എന്തായാലും എങ്ങനെയുണ്ടെന്ന് മാച്ച് കളിപ്പിച്ചത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൈസ് നോക്കാം, മാച്ചിന് പോയി നോക്കാം. ഓൺലൈൻ മാച്ചിന് ആരാ വരികയെന്ന് അറിയില്ല. ഓക്കെ, ഡിവിഷൻ ആരുടെ കൂടെ ആയിരിക്കും എന്നൊക്കെ അറിയാം, നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഓപ്പണൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ഇന്നത്തെ മാച്ചും അതുപോലെ ഓപ്പണൻ്റ് ആരാണെന്നും ഏത് ഡിവിഷനിലാണെന്നും ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡിവിഷൻ 1 കൂടെ ഓക്കെ വന്നിട്ടുണ്ട്, ഹഫീസിക്ക ഗൈസ്. അപ്പോൾ 2 പേരും ബാർസലോണയാണ് എന്തായാലും ഗൈസ്. അപ്പം ഇന്നത്തെ ആര് ജയിക്കും നോക്കാം ബാർസലോണയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവരുടെ ഫോർമേഷൻ എങ്ങനെയുണ്ട് നോക്കാം. നോക്കുകയാണെങ്കിൽ ഓക്കെ 4-1-1-4 ആണ്. ന്യൂനസ് ഉണ്ട്, അതുപോലെ തന്നെ റാഷ്ഫോർഡ്, നെയ്മർ, മറഡോണ, ഹെർണാണ്ടസ് ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, ക്യാമവിംഗ. ഓക്കെ, വാൻഡിജ്. ഗൈസ്, വാൻഡിജിക്കാണ് നമ്മുടെ ഡിഫൻഡറായി നിൽക്കുന്നത്. പണിപ്പാടോ, ഇവർ 2 പേരുണ്ട്. ഹെർണാണ്ടസ് നമുക്ക് സീനില്ല, നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, നോക്കാം, അതൊന്നും കുഴപ്പമില്ല. ഹാളൻഡ് ഉണ്ടല്ലോ, മെസ്സിയും ഉണ്ട്, പിന്നെ നെയ്മറും ഉണ്ട്. ഓക്കെ
അപ്പോൾ നിങ്ങൾ ഇവരുടെ ആരെയും ഫാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ആരുടെ ഫാനാണെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഓപ്പോണൻ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഗൈസ്. അപ്പം ഓക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും. എന്തായാലും ഓൺലൈൻ മാച്ചല്ലേ, എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്. അപ്പോൾ ബാർസലോണ വേഴ്സസ് ബാർസലോണ ഗൈസ്. അപ്പോൾ അവരുടെ മാനേജർ ലൂയിസ് അറോൺ തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. കാരണം ഇപ്പം ഇനി അടുപ്പിച്ച് കുറച്ച് കളിക്കുന്ന മാനേജറൊക്കെ ലൂയിസ് അറോൺ തന്നെ ആയിരിക്കും. ഓക്കെ ഗൈസ്. അപ്പോൾ മാച്ചിലോട്ട് കിടക്കാം. ഹാളൻഡ്, ജെറാഡ്, മാർക്കിനസ്, ഓക്കെ കോസ്റ്റേട്ടെ ടു നെയ്മർ ടു ഓക്കെ കേസ്മെറോ ടു ഹാളൻഡ്. അതെന്ത് പണിയാണ് കാണിച്ചത് മെസ്സി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ നല്ല ചാൻസ്. ഗൈസ് 4ാം മിനിറ്റ് തന്നെ അവരുടെ ഒരു ചെറിയ പിഴവ് മൂലം നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഒരു ഗോൾ തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും അത് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഇതാട്ടോ, അവരുടേതായ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് അറിയില്ല, എന്നാലും അടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇത് വരുമെന്ന് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം ഇനി എങ്ങനെ ഉണ്ടാവും നോക്കാം. ന്യൂനസ്, ക്യാമവിങ്ക ടു കേസ്മെറോയ്ക്ക് കിട്ടിയിട്ടില്ലോ ഗൈസ്. എടുത്തിട്ടുണ്ട്, ത്രോയും പോയിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ട്രിൻകോവ പ്ലെയർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കേസ്മെറോ നെയ്മറിലേക്ക് പോയില്ലേ. വാൻഡിച്ചിക്ക്, റുഡ്രിഗർ, ഹെർണാണ്ടസ്. ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ ഗൈസ്. ഇവിടെയാണ് റുഡ്രിഗർ, അവിടെയാണ് റുഡ്രിഗർ. മറഡോണ ഗൈസ്. അപ്പോൾ മറഡോണ ഉണ്ട് കേട്ടോ. മറഡോണ ചെറിയൊരു സീനാണ്, നോക്കണം ഗൈസ്. അപ്പം നമ്മൾ രണ്ടുപേരും റുഡ്രിഗറിനെ വെച്ചിട്ടുണ്ട്. വാൻഡിച്ചിക്ക് ഉണ്ട് അവരുടെ ഇത്. നമ്മളൊരു വാൻഡിച്ചിക്കല്ല, നമ്മുടെ മാർക്കിനസ് ആണ് ഗൈസ്. അപ്പോൾ ഏത് സ്കോഡ് നോക്കാം നമുക്ക്. ഹെർണാണ്ടസ് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ വാൻഡിച്ചിക്ക് ഉള്ളതുകൊണ്ട് കിമ്മിച്ചിക്ക് ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയാൽ നന്നായിട്ട് ഗൈസ്. കുറേ നല്ല അറ്റാക്കിംഗ് ഉണ്ട്. വാൽവരുടെ അത് വെറുതെ അടിച്ചല്ലോ. റുഡ്രിഗർ, നെയ്മർ, സ്കില്ലിഡാണ് നെയ്മർ എടുത്തിട്ടുണ്ട്. കേസ്മെറോ ടു മെസ്സി, ഹാളൻഡ് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. ക്യാമവിങ്ക, വാൽവരുടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ വീണ്ടും നല്ലൊരു ചാൻസ്. ഹാളൻഡ് ടു മെസ്സി, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാക്കോട്ട് കിമ്മിച്ച്, ഹെർണാണ്ടസ്, നെയ്മർ ഇങ്ങനെ ഇവിടെ വരുന്നത്. കേസ്മെറോ ടു ഹാളൻഡ്. ഓക്കെ വാൽവരുടെ നല്ലൊരു ചാൻസ്. ഗൈസ് വെറുതെ അടിച്ചതാണ്, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോസ്റ്റിലെങ്കിലും തട്ടുമെന്ന് ഗൈസ്. പക്ഷെ അതൊന്നും തട്ടിയില്ല. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ അവരുടെ കൂടി ആരാ? സാംബ ഗൈസ്. ഓക്കെ സാംബ ടു റുഡ്രിഗർ ടു ഹെർണാണ്ടസ് ടു ക്യാമോ ഗൈസ്. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു. നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഹാളൻഡ് അത് അടിക്കുന്നത് ശരിയാവുന്നില്ല ഗൈസ്. വീണ്ടും കിട്ടിയിട്ടുണ്ട്. വാൽവരുടെ പണിയായിരുന്നു. ഓക്കെ ക്യാമവിങ്ക സാറില്ല, പോയി. നെയ്മർ ഗൈസ് എടുത്തിട്ടുണ്ട്. കിമ്മിച്ച്, വാൽവരുടെ ഹാളൻഡ് ഗൈസ്. ക്യാമവിങ്ക ഓക്കെ എടുത്തിട്ടില്ല. വെസ്റ്റണി ഗൈസ്. മറഡോണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കിനസ് ഓക്കെ. ബെർഗോമിയാണെന്ന് തോന്നുന്നു ഗൈസ് ഇവരുടെ ക്യാപ്റ്റൻ അപ്പുറത്തെ ബാർസേൻ്റെ. ഓക്കെ ഗൈസ്. അപ്പോൾ കോസ്റ്റേട്ട, ജെറാഡ് അവിടെ നിന്ന് ത്രൂ പാസ് കൊടുക്കാം നമുക്ക്. ഹെർണാണ്ടസ് അറ്റാക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ന്യൂനസ്, റാഷ്ഫോർഡ്. ഓക്കെ മറഡോണ എടുക്കാൻ സമ്മതിക്കരുത് ഗൈസ്. കൊടിയും കഴിഞ്ഞ് നമ്മൾ പിന്നെയും കൊടുക്കും. ഗോളിയിലേക്ക് ബാക്ക് ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം തന്നെ കുറച്ച് സമയം കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ ഹാളൻഡ്, മെസ്സി നല്ല ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. വാൽവരുടെ അവിടെ നിന്ന് ക്രോസ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പണി ഓടാമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ബാക്ക് ജെറാഡ്. അതൊരു വെറുതെ ആവശ്യമില്ലാണ്ട് കൊടുത്തു ഗൈസ്. റാഷ്ഫോർഡ് അവിടെ നിന്ന് ചെറിയൊരു സ്കില്ലിട്ട് വരുന്നുണ്ട്. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. വാൽവരുടെ, ജെറാഡ് ടു ഓക്കെ നല്ലൊരു മൂവ്മെൻറ്റ്. മെസ്സി, കിമ്മിച്ച് ഗൈസ് നല്ലൊരു ഓക്കെ. ഹാളൻഡ് ജെറാഡ്, വാൽവരുടെ ഗൈസ്. അവിടെ ഒരു ഷോട്ട് നടക്കേണ്ടതാണ്, പക്ഷെ അത് അറ്റാക്ക് ചെയ്തില്ല ക്യാമവിങ്ക ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം വരുന്നുണ്ട് ഓൺലൈൻ മാച്ചിൽ. അപ്പോൾ ഒരു ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്, വേറെ ഒന്നും അടിച്ചിട്ടില്ല. ഷോട്ട് നോക്കുകയാണ് നമ്മൾ 3 അവർ 1 ഗൈസ്. അപ്പോൾ ഓക്കെ നമുക്ക് ബ്രൂണോനെ ഇറക്കാം. അതുപോലെ തന്നെ
വേറെ ആരിപ്പോൾ ഇറക്കാം? മെഗലിനെ ഇറക്കാം. വേറെ ആരും വേണ്ട ഗൈസ്. പിന്നെ കക്കറിലേനെ ഇറക്കാമായിരുന്നു കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇറക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ ഓക്കെ, നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഹാഫ് ടൈമിന് ശേഷം എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക് ഈ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അവിടെ അറ്റാക്കിങ് കുറച്ച് സീനായതുകൊണ്ട് ക്യാമിങ്ക, ഹെർണാണ്ടസ് കിട്ടിയിട്ടില്ല. റാഷ്ഫോർഡ് ഗൈസ് കിമ്മിച്ചിന് കിട്ടിയിട്ടുണ്ട്. കിമ്മിച്ച് ഓക്കെ, ഹാളിൻ്റെ ഓക്കെ ഓക്കെ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാൻഡിജിക്ക്, റോഡ്രിഗർ ടു ഹെർണാണ്ടസ്, റാഷ്ഫോർഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ്, മെസ്സി, കേസ്മറ നല്ലൊരു ചാൻസ് ആണല്ലോ ഗൈസ്. ഓക്കെ നെയ്മർ ഓക്കെ ഗൈസ്. ചെറുതായിട്ട് ത്രോയിങ് നോക്കിയത് കൂടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഗോളിൻ്റെ അടുത്ത് തന്നെ കയറി കിട്ടി ഗൈസ്. അപ്പോൾ നെയ്മർ വീണ്ടും കിട്ടിയിട്ടുണ്ട് നല്ല ചാൻസ്. കേസ്മറോ ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് ബാക്കോട്ട്, കിമ്മിച്ച് ഓക്കെ. ഓ നട ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് കിമ്മിച്ച് ഓക്കെ. മെസ്സി, ഹെർണാണ്ടസ് അവിടെ ഒരു പണി വയ്ക്കുമല്ലോ, പറന്ന് വരുന്നുണ്ട് കേട്ടോ. ജെറാഡ് ഗൈസ്, റാഷ്ഫോർഡ് എൻ്റെ മോനെ ഷൂട്ടാണുള്ള പരിപാടി ഗൈസ്. കോസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ആ ഒരു ഷോട്ടൊക്കെ വന്നിട്ട് ഗോൾ ഇതാക്കിയില്ലെന്ന് കുടുങ്ങിയത്. കേസ്മറോ ടു ജെറാഡ്, ഹാളൻഡ് ടു നെയ്മർ. നല്ലൊരു ചാൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നെയ്മർ ഉഫ്, കേസ്മറോ ഓ ക്രോസ് ഒന്നും അങ്ങനെ നടത്തുന്നില്ല കേട്ടോ. ഫുൾ അറ്റാക്കിങ് തന്നെയാണ്. ഫ്രാൻസിസ്കോ, മാരഡോണ, ന്യൂനസ് ടു ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. കിമ്മിച്ച് ടു ഗൈസ് പണിയാവോ. നെയ്മർ, മറഡോണ ഓക്കെ ഗൈസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. കേസ്മറോ ഓക്കെ ഓ ആ കിട്ടിയിട്ടുണ്ട്. നെയ്മർ, ഹാളൻഡ് ഗൈസ്, ക്യാമറിങ്ക ഇതിങ്ങനെ അടിയാണല്ലോ. റോഡ്രിഗർ, ന്യൂനസ് ഓക്കെ. റാഷ്ഫോർഡ് പണിയായോ ഗൈസ്. റാഷ്ഫോർഡ് എൻ്റെ മോനെ ഗൈസ്. അവിടെ നമ്മൾ ഗോളിക്ക് എടുത്ത് കൊടുക്കും കേട്ടോ. മറഡോണ അടിച്ചു ഗൈസ്, പക്ഷെ ഗോളി കയറില്ല കേട്ടോ. ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ആരൊക്കെ ഇറക്കണം എന്നൊക്കെ നോക്കാം. നമുക്ക് എന്തായാലും മെസ്സിൻ്റെ പറഞ്ഞിട്ടുണ്ട്, നെയ്മർ പറഞ്ഞിട്ടുണ്ട്, ഹാളൻഡ് പറഞ്ഞത്. നമുക്ക് റൊണാൾഡോനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഈ സീബിനെ ഇറക്കണം. ഇപ്പോൾ സലിബനെ ഞാൻ ഇറക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അതുപോലെ തന്നെ സലേനെ ഇറക്കാം ഗൈസ്. സലേനെ നമുക്ക് ആക്കിയിട്ടുണ്ട്. മെസ്സിൻ്റെ ഇത് കുറഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ലൂയിസിനെ നമുക്ക് ഇറക്കിയാകുന്നുണ്ട്. കിമ്മിച്ചിനെ അവിടെ തന്നെ വെക്കുന്നു. കിമ്മിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോമിലാണല്ലോ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ ലൂയിസിനെ നമുക്ക് സെക്കൻഡ് സ്ട്രൈക്കർ ആക്കാം. മെസ്സിക്ക് ഇതുണ്ടായിരുന്നു ഗൈസ്. ശരിക്കും നമുക്ക് അടുത്തൊരു മാച്ച് നോക്കട്ടെ ഗൈസ്. മെസ്സിയെ നമുക്ക് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു 70 ഒക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സെറ്റാക്കാം. മെസ്സിന് കയറ്റാനുള്ള പരിപാടിയാണോ? അല്ല ഗൈസ്. അപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തവിടെ ഗൈസ്, ഓഫ് സൈഡാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും 74 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഇതുവരെ അവന്മാർ അടിച്ചിട്ടില്ല. ലാസ്റ്റ് എങ്ങനെ മിനിറ്റ് പോയി പണിയാക്കുമെന്ന ഡൗട്ട്. അതാണ് ഈ ഒരു ഗോൾ അടിച്ചുള്ള പ്രശ്നം ഗൈസ്. എപ്പോൾ വേണമെങ്കിൽ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിതാവും. പക്ഷേ രണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. തട്ടിമുട്ടി കിട്ടുന്ന മൊത്തം നമ്മൾ അറ്റാക്ക് ചെയ്ത് സീനാക്കായിരുന്നു. ഇതാണെങ്കിൽ എപ്പോൾ ഒരു ഗോൾ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ ഓക്കെ മാനുവർ ഓക്കെ, റൊണാൾഡോ, ജെറാഡ് സല എവിടെ പോയി എടുക്കണേ, ഹെർണാണ്ടസ്, റാഷ്ഫോർഡ് അറ്റാക്ക് ചെയ്ത് റോഡ്രിഗർ അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നൈസ് ഒരു ഹാൻഡിങ് ആണ്. ലൂയിസ് ഫിഗോ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ ഓക്കെ. കേസ്മറോ ഓ ഗൈസ് നല്ലൊരു വരവ്. റൊണാൾഡോ, സല എൻ്റെ മോനെ ഗൈസ്. നമുക്കിത് എന്തിൻ്റെ ഇതാ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ മാച്ചിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്രാവശ്യത്തെ മാച്ചിൽ ഇങ്ങനെ തന്നെ ഗൈസ്. പോസ്റ്റ് തട്ടി തെറിച്ച് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾ കയറണമായിരുന്നു ഗൈസ്. നമുക്ക് ഒരു ഗോളും കൂടെ കയറായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അത് സാധനം പോട്ടെ. കിമ്മിച്ചിനെ നമുക്ക് ഇറക്കാം. നല്ലൊരു ഇതായിരുന്നു. ഒരു പാറ തട്ടി അങ്ങ് പോലെ കിമ്മിച്ച് ഗൈസ്. കേസ്മറോക്ക് കിട്ടിയിട്ടില്ല. റാഷ്ഫോർഡ് ഗൈസ്. അപ്പോൾ ജെറാഡ് ഹെഡ് ചെയ്തിട്ടുണ്ട്. കിമ്മിച്ച് ഓക്കെ. ത്രോയും കിട്ടിയിട്ടുണ്ട്. അത് ആർക്കും കിട്ടിയ റാഷ്ഫോർഡ് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കിമ്മിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ 84 മിനിറ്റ് ആയിട്ടുണ്ട്. കിമ്മിച്ച് ടു കോസ്റ്റേട്ട. കിമ്മിച്ച് വീണ്ടും ക്രോസ് ഗൈസ്. ഊഫ്, ഹെഡിങ് നടന്നില്ല ഗൈസ്. അവിടെ വല്ല റൊണാൾഡോ ആയിരുന്നു മിക്കവാറും ചിലപ്പോൾ ഹെഡിങ് നടന്നത്. വെറുതെ പോയി
ടാക്കിൾ ചെയ്തല്ലോ ഗൈസ്, വേറെ പോയി. നെയ്മർ ടു ഹെർണാണ്ടസ്, റാഷ്ഫോർഡ് ടു സമ്മതിക്കരുത്. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ്, ലൂയിസ് ഫിഗോ, സല, അറ്റാക്ക് ചെയ്യലോടോ റാഷ്ഫോർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്, ഓൺലൈൻ മാച്ചിലെ. അപ്പോൾ നമ്മൾ ഒരു ഗോളിന് ജയിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ എന്തായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മാച്ച് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ, ബൈ.